ഹലോ നാട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ആൻപോളോഗ്രാഫി. ഇന്നൊരു സാറ്റർഡേ ആയിരുന്നു. രാവിലെ ഗാർഡൻ വില്ലേജിൽ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് പ്ലാന്റ്സും പോട്ട്സ് ഒക്കെ വാങ്ങിക്കാൻ. അതിൻ്റെ ഒരു യൂട്യൂബ് ഷോട്ട് നിങ്ങൾ കണ്ടു കാണും ഓൾറെഡി. അപ്പം ഞാൻ ഇന്ന് ഷോപ്പിങ്ങിന് പോവാണ് സ്വാൻസിയിലോട്ട്. അപ്പോൾ സ്വാൻസിയിലെ സ്ട്രീറ്റ്സിൻ്റെയും ഷോപ്പുകളുടെയും ഒക്കെ ഒരു എല്ലാം കൂടെ കൂടിയുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്കൊരു ഷോപ്പിംഗ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാഷ്വലായിട്ടാണ് ഞാൻ ഡ്രസ്സ് ചെയ്തത്. രാവിലെ വെയിലായിരുന്നു, അപ്പോൾ ഒരു ഡ്രസ്സൊക്കെ ഇട്ടാണ് മറ്റേ ഗാർഡൻ സെൻറ്ററിൽ പോയത്. പക്ഷേ ഇപ്പോൾ മഴയാണ്, നല്ല രീതിക്ക് മഴ പെയ്തു തുടങ്ങി. അപ്പോൾ ഭയങ്കര കാഷ്വലായിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് പോവാണ്. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. പറഞ്ഞ പോലെ അപ്പം നല്ല അടിപൊളി മഴയായിരുന്നു. M4 50 മൈൽസ് പെർ അവർ ആയിരുന്നു. യൂഷ്വലി 60-70 ആണല്ലോ ഇവിടെ. അപ്പോൾ എനിവേസ് സ്വാൻസി വരെ അത്യാവശ്യം നല്ല മഴയും നമ്മുടെ വെയിൽസിലെ സ്ഥിരം കാലാവസ്ഥ തന്നെ. അപ്പോൾ നേരെ പാർക്ക് ടാവിലോട്ടാണ് ചെന്നത്. അവിടെ ഒരു ചാരിറ്റി/ത്രിഫ്റ്റ് ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് കയറണമായിരുന്നു, ഫേർണിച്ചർ നോക്കാനും പിന്നെ അല്ലറ ചില്ലറ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുവാണെങ്കിൽ എന്നുള്ള രീതിയിൽ ചുമ്മാ ഞാൻ അവിടെ കയറി. അപ്പോൾ ഈ ഒരു ഐറ്റം കണ്ടു. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അത് സോൾഡ് ആയിരുന്നു. അത് നമ്മൾ വർക്ക് ഫ്രം ഹോം ഒക്കെ ചെയ്യുമ്പോൾ നടക്കാൻ അടിപൊളിയായിരിക്കും. പിന്നെ അപ്പോൾ സോൾഡ് ആയതുകൊണ്ട് പിന്നെ അതൊന്നും പറയണ്ടല്ലോ. ഇതിന് 15 പൗണ്ടുള്ളൊരു കുഞ്ഞു ടീപ്പോയായിരുന്നു. പിന്നെ അതിൻ്റെ ആവശ്യമില്ലാത്ത ഒരെണ്ണം വാങ്ങിച്ചില്ല. പിന്നെ ഇതുപോലത്തെ ഒരു ഷെൽഫൊക്കെ ഉണ്ടായിരുന്നു, വിൻറ്റേജ് കൈൻഡ് ഓഫ് ആയിട്ടുള്ളത്. പിന്നെന്താ, എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട്, കുറേ ഐറ്റംസ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നമ്മുടെ വീട്ടിലോട്ട് യൂസ്ഫുൾ ആയിട്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ, അതുപോലെ പ്രൈസും അതുപോലെ ആണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇത് കേർട്ടൻസ് ആണ്. ഞാൻ നോക്കി, പക്ഷേ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടത് അങ്ങോട്ട് കിട്ടിയില്ല. എനിക്ക് ഓരോ റൂമിലോട്ട് എനിക്ക് കേർട്ടൻ വേണമായിരുന്നു. അത് എൻ്റെ ഓഫീസ് റൂമിലോട്ട് കേർട്ടൻ ഇട്ടിട്ടില്ല അവിടെ. അപ്പോൾ പിന്നെന്താ, ആ മിറർ സെയിലിനല്ല, കാണാൻ നല്ല ഭംഗിയുള്ളൊരു മിററായിരുന്നു. എനിവേസ് ഞാൻ അത് നോട്ട് വിട്ടു. പിന്നെ നമുക്ക് ക്ലോത്ത്സ്, എല്ലാ സൈസിലുള്ള ക്ലോത്ത്സും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇത് എനിക്ക് മനസ്സിലാക്കിയെടുത്തുള്ള ഒരു ത്രിഫ്റ്റ് ഷോപ്പാണ് ചാരിറ്റി ഷോപ്പിനേക്കാളും. അപ്പോൾ അവിടെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഈ ഡ്രസ്സ് കണ്ടില്ലേ, ആനിമൽ പ്രിൻ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ നല്ലതാണ്. എസ്പെഷ്യലി സമ്മറിൽ പറ്റിയൊരു ക്ലോത്ത് മെറ്റീരിയലായിരുന്നു. അങ്ങനെ ഞാൻ കുറേ ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ നോക്കി, പക്ഷേ എനിക്കൊന്നും ഇഷ്ടമായില്ല. ഇപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പം എനിക്ക് വിൻഡോ ഷോപ്പിംഗ് ഇഷ്ടമാണ്. പക്ഷേ ഞാൻ സെയിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിഡക്ഷൻ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ എനിക്കത് ഇഷ്ടമാണെങ്കിൽ മാത്രമാണ് ഞാൻ വിൻഡോ ഷോപ്പിങ്ങിൽ എന്തെങ്കിലും വാങ്ങാറുള്ളൂ. എനിക്കല്ലാതെ തന്നെ ഇങ്ങനെ കണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മിക്കതും ഞാനിങ്ങനെ കടയിലൊക്കെ പോയി നോക്കി സൈസൊക്കെ നോക്കിയിട്ട് വന്നിട്ട് ഞാൻ എല്ലാം കൂടെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യലാണ്. ഇതാണ് എൻ്റെ ഒരു യൂഷ്വൽ പ്രോഗ്രാം. പക്ഷേ എനിക്ക് ഇങ്ങനെ പോയി കാണാനും കടയിൽ കൂടെ ഒക്കെ കറങ്ങി നടക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഒരു തെറാപ്പി, റീറ്റെയിൽ തെറാപ്പി എന്നൊക്കെ പറയില്ലേ. പക്ഷേ ഞാൻ അങ്ങനെ വാങ്ങിക്കൽ കുറവാണ്. ആൻഡ് ദെൻ ഈ ഒരു പോട്ട് എടുത്തു. ഇതൊരു സെറാമിക് പോട്ടാണ്. അതിന് 2 പൗണ്ടേ ഉണ്ടായുള്ളൂ. അപ്പോൾ എനിക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാനായിട്ട് പോട്ട് വേണമായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പം യൂസ്ഫുള്ളായിട്ട് തോന്നി. അപ്പോൾ അതെടുത്തു. പിന്നെ നേരെ ഞാൻ തൊട്ടടുത്ത് തന്നെയുള്ള സ്പോർട്സ് ഡയറക്റ്റിലൊന്ന് കയറി. നമുക്ക് കൈൻഡ് ഓഫ് എല്ലാ സ്പോർട്സ് വെയറും അവിടെ കിട്ടും. പക്ഷെ ഞാൻ അവിടുന്ന് അങ്ങനെ വാങ്ങാറില്ല. അതും ഞാൻ ഓൺലൈനാണ് വാങ്ങാറുള്ളത്. അപ്പോൾ ജിമ്മിലൊക്കെ കൺസിസ്റ്റൻ്റായിട്ട് ഇപ്പോൾ പോകുന്ന കാരണം എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സെയിലിനോ ഡിസ്കൗണ്ടിനോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ എല്ലാത്തിനും നല്ല പൈസയായിരുന്നു. ഒന്നും പ്രത്യേകിച്ചൊരു സെയിലോ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഡിസ്കൗണ്ടൊന്നും തോന്നിയില്ല. പിന്നെ ഞാൻ ഈയിടെയായിട്ട് വളരെയധികം സസ്റ്റൈനബിൾ ക്ലോത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും സസ്റ്റൈനബിൾ ലിവിങ് പ്രാക്ടീസ് ചെയ്യുന്ന കാരണം ഞാൻ വാങ്ങിച്ചില്ല ഒന്നും. അതുപോലെ തന്നെ ഇതാ കണ്ടില്ലേ, 2 for 53 pounds. ഇത് ആത്തോലി പോലത്തെ ആ സാധനം 53 പൗണ്ടിന് 2 എണ്ണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരാ വാങ്ങുക? ഞാൻ വാങ്ങുന്നവർക്കാണ്, ഞാൻ വാങ്ങാറില്ല. ഒന്നെങ്കിൽ ഞാൻ മോസ്റ്റ്ലി വിൻറ്ററിൽ കയറി നോക്കാറുണ്ട്. അതുപോലെ അല്ലെങ്കിൽ നമ്മൾ സ്പോർട്സ് ഡയറക്റ്റിൻ്റെ തന്നെ വെബ്സൈറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ നമുക്ക് സെയിലിന് ഇതിൻ്റെ പകുതിനെക്കാട്ടിയും കുറഞ്ഞ, അതായത് 1/4 ഇതിൻ്റെ പ്രൈസിന് വരെ നമുക്കിത് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വെറുതെ നമ്മൾ പൈസ ഒരുപാട് കളയണ്ടല്ലോ ക്ലോത്ത്സിന്. അപ്പോൾ എനിവേസ് അപ്പോൾ ഇതിൻ്റെ പൈസയൊക്കെ നോക്കി സൈസൊക്കെ നോക്കി നടന്നു. സ്പോർട്സ് ഡയറക്റ്റിൽ നമുക്ക് ഒരുവിധപ്പെട്ട എല്ലാ ബ്രാൻഡുകളും, സ്പോർട്സ് ബ്രാൻഡുകളെല്ലാം മെയിനായിട്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടും. അതുപോലെ ഷൂസ്, ട്രെയിനേഴ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടാറുണ്ട്.
സ്പോർട്സ് ബ്രാ നോക്കി 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 നടന്നതാണ്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു എന്താണ് ഇഷ്ടപ്പെട്ട് ഇത്രയും പൈസ കൊടുത്ത് വാങ്ങാം അങ്ങനെയൊന്നും എനിക്കൊന്നും കിട്ടിയില്ല അവിടുന്ന്. അതുപോലെ ജാക്കറ്റുകളൊക്കെ അവിടെ നിന്ന് കിട്ടും. പക്ഷേ ഞാൻ ഇതുവരെ എനിക്ക് തോന്നില്ല, ഒരുപാട് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മേ ബി വൺസ് ഓർ ട്വൈസ് ഞാൻ അവിടെ പോയിട്ട് എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ട്. അതല്ലാതെ നമ്മൾ സ്ഥിരം വാങ്ങുന്നൊരു ഷോപ്പല്ല. ഇതൊരു എക്സ്പെൻസീവ് സൈഡിൽ നിൽക്കുന്നൊരു ഷോപ്പാണ്. പിന്നെ കൂടുതലും സ്പോർട്സ് വെയർ ആണ്. നമുക്ക് സൈക്ലിങ്ങിനും റണ്ണിങ്ങിനും അതുപോലെ ജിമ്മിൽ ട്രെയിനിങ്ങിന് പോകുമ്പോഴും ഒക്കെ ഇടാൻ പാകത്തിനുള്ള എല്ലാം കിട്ടും. പിന്നെ ജോഗേഴ്സ്, ഹുഡീസ് അങ്ങനത്തെ എല്ലാം, പിന്നെ കിഡ്സ് വെയർ പോലത്തെ ഷൂസ്, ചെരുപ്പ് എല്ലാം അവിടെ നിന്ന് കിട്ടും. അപ്പോൾ അതൊക്കെ കണ്ട് കറങ്ങി നടന്നു. പിന്നെ ഷൂ നിങ്ങൾ വാങ്ങുമ്പോൾ ഇവിടുന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. ഞാൻ ചിലപ്പം ജൂനിയർ ഗേൾസ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ സൈസിനുള്ള ഷൂ എനിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ കിഡ്സ് സെക്ഷനിൽ നിന്ന് ഷൂ വാങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ സൈസിന് കറക്റ്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് പകുതി പൈസ ആവുള്ളൂ. പകുതി ഇൻ ദ സെൻസ് കിഡ്സിൻ്റെ ആ ഒരു പ്രൈസേ നമുക്ക് ആവുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെറിയ കാലൊക്കെ ആണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. നല്ലൊരു കാര്യമാണ്. ഭയങ്കര എക്കണോമിക്കലായിട്ട് നമുക്ക് നല്ല ബ്രാൻഡഡ് ഷൂസൊക്കെ വാങ്ങാൻ പറ്റും. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതാണ് നമ്മുടെ പാക്ടാവേ കൂടെ നടക്കുകയാണേ. ഞാൻ നടന്നിട്ട് നമ്മുടെ ഓക്സ്ഫോർഡ് സ്ട്രീറ്റിലോട്ട് പോകണം. അപ്പോൾ അതിനാണ് ഞാൻ ഇതിൽ നടക്കുന്നത്. അവിടെ ആൽഡി ഉണ്ട്, പിന്നെ ഇന്ത്യ എന്ന് പറഞ്ഞ ഷോപ്പുണ്ട്. അവിടെ ബഫേ ആയിട്ട് ഫുഡ് കിട്ടും നമുക്ക്. കുഴപ്പമില്ല. ഞാൻ അവിടെ നിന്ന് ഒരു വൺസ് പോയിട്ടുണ്ടായി ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ. ഈ കാണുന്ന ഒരു ടാനിങ് ഷോപ്പാണ്. നമ്മുടെ നാട്ടിലൊക്കെ ബ്യൂട്ടി പാർലറൊക്കെ പോലെ ഇവിടെ ആൾക്കാർ സ്കിൻ കുറച്ച് ഇവിടുത്തെ എല്ലാവർക്കും സ്കിന്നിന് കുറച്ച് കളർ ഇഷ്ടമാണ്. അപ്പം ടാൻ ആക്കുമ്പോൾ കുറച്ച് കളർ വരും എന്നാണ് അവർ പറയുന്നത്. കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടാൻഡ് ആയിട്ടുള്ള കളറാണ് ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടം. അപ്പോൾ അങ്ങനെ ടാൻ ചെയ്യാറുണ്ട് ആൾക്കാർ. അപ്പോൾ ടാൻ ചെയ്തവരെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും അവരിങ്ങനെ ടാനിങ് ആർട്ടിഫിഷ്യലി ചെയ്തിട്ടുണ്ടെന്ന്. പിന്നെന്താണ്, ഇത് നമ്മുടെ ഓഡിയൻ ഇവിടെ നമ്മുടെ എല്ലാ മലയാള സിനിമകളും ഇറങ്ങാറുണ്ട്. അതുപോലെ വ്യൂ ഉണ്ട്, അത് തൊട്ടപ്പുറത്ത് കുറച്ച് മാറിയിട്ടാണ്. അവിടെ എല്ലാ മലയാള സിനിമകളും സ്വാൻസിയിൽ ഇറങ്ങാറുണ്ട്. അപ്പം ഞാൻ ഇതിൽ കൂടെ ഒരു ഷോർട്ട് കട്ട് എടുത്തിട്ടാണ് നമ്മുടെ ഓക്സ്ഫോർഡ് സ്ട്രീറ്റിലോട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഒരു പാസേജാണ്. അവിടെ ഒരു ആർക്കേഡ് പോലത്തെ ഗെയിം കളിക്കണൊക്കെ ഒരു സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ ഒരു കുഞ്ഞു ബ്രിഡ്ജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓക്സ്ഫോർഡ് സ്ട്രീറ്റിൻ്റെ ആ ഒരു അയലിലോട്ട് എത്തും. പിന്നെ മഴ പെയ്യുന്ന അത്യാവശ്യം നല്ല തണുപ്പ് പോലെയൊക്കെ ഉണ്ടായി. പിന്നെ എന്താണ്, നമ്മുടെ സ്വാൻസിയിലുള്ളൊരു കാസിലാണ്. ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല. ടൗണിലുള്ളൊരു കാസിലാണ്. അത് പേരെന്താണെന്ന് എനിക്കറിയില്ല. ഓയിസ്റ്റർ മൗത്ത് കാസിൽ നിന്നാണോ? അല്ല, സ്വാൻസി കാസിൽ. അതാണ് സ്വാൻസി കാസിൽ. പക്ഷെ ഞാൻ അങ്ങനെ നമ്മളവിടെ വിസിറ്റ് ചെയ്യാനൊന്നും പോയിട്ടില്ല. കാരണം ഇത് ടൗണിൽ തന്നെയാണ്, എപ്പോഴും നമ്മൾ കാണുന്നതാണ്. ആ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഓക്സ്ഫോർഡ് സ്ട്രീറ്റിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ബട്ടനൊക്കെ ഞെക്കി ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ് കേട്ടോ. റെഡ് ലൈറ്റ് ആണെങ്കിലും കുറേ പേര് കിടക്കുന്നുണ്ടായി. പക്ഷെ ആ ഒരു ടേണിംഗ് പോയിന്റ് കുറച്ച് ഡേഞ്ചറസ് ആയാണ് ഞാൻ മറ്റേ ഗ്രീൻ ലൈറ്റ് വന്നിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. പിന്നെന്താണ്, അവിടെ ഒരു ഫൗണ്ടൻ ഉണ്ട് നമ്മുടെ സ്വാൻസിയിൽ. പിന്നെ ഈ കാണുന്ന ടേർട്ടിൽ ബേ, ഞാൻ അവിടെ ഇതുവരെ പോയിട്ടില്ല. നല്ല ഫുഡാണെന്ന് കേട്ടിട്ടുണ്ട്, നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഫുഡാണെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ നടന്ന് നമ്മുടെ അവിടെ എത്തിയപ്പോൾ ഈ പ്രൈഡ് ഫെസ്റ്റിവലായിരുന്നു. അപ്പോൾ ഫുള്ള് പ്രൈഡ് മാർച്ചും അതുപോലെ പ്രൈഡ് ഫ്ലാഗും അങ്ങനെ പ്രൈഡ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം അവിടെ സെല്ല് ചെയ്യുന്നുണ്ടായി. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് നടന്നു. ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ, ഞാൻ ഫോൺ വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ ഷോപ്പിൽ എന്താണ് ഇങ്ങനെ ഫ്ലാഗ് വിറ്റുകൊണ്ടിരുന്ന ഒരാളാണെന്ന് തോന്നുന്നു. അയാൾ ഐഫോൺ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഐഫോൺ കണ്ടിട്ടാണ് അയാൾ ഐഫോൺ എന്ന് പറഞ്ഞത്. അപ്പോഴേക്കും ഞാൻ എൻ്റെ ഫോൺ പോക്കറ്റിലിട്ട് ഞാൻ H&Mലോട്ട് കയറി. ഇനി അയാൾ എൻ്റെ ഫോൺ കണ്ടിട്ടാണോ ഇനി തട്ടിയെടുക്കാനാണോ ഒന്നും അറിയില്ലല്ലോ. അപ്പം ഞാൻ നേരെ H&M കയറി. H&M നമ്മുടെ സ്വന്തം കടയാണ്. ഇവിടെ കയറി ഇറങ്ങി നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഇവിടുന്ന് ഫുൾ പ്രൈസിനൊന്നും വാങ്ങാറില്ല. പറഞ്ഞ പോലെ ഞാൻ സെയിൽ സെക്ഷനിലോട്ട് പോകും. സെയിൽ സെക്ഷനിൽ നിന്ന് എനിക്ക് അത്യാവശ്യം ഇവിടുന്ന് സാധനങ്ങൾ കിട്ടാറുണ്ട്. പിന്നെ എനിക്കിങ്ങനെ ഒരുപാട് ഇങ്ങനെ വലിച്ചു വാരി ഇട്ടേക്കുന്ന കാണുമ്പോൾ എനിക്ക് നോക്കാൻ തോന്നാറില്ല. അപ്പോൾ ആ ടോപ്പ് 10 പൗണ്ട് അങ്ങനെ എല്ലാം ഹാഫ് പ്രൈസ് അല്ലെങ്കിൽ നല്ല റിഡക്ഷനിൽ കുറേ കാണാറുണ്ട് ഇവിടെ. പക്ഷെ എല്ലാം ഒന്നും അത്ര നല്ല അഫോർഡബിൾ ആയിട്ടും നല്ല തുണിയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ എനിക്കിഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ
അപ്പോൾ ഫോമൽ വെയർ കൈൻഡ് ഓഫ് ഒക്കെ ഞാൻ ഇവിടുന്ന് കണ്ടിട്ടുണ്ട് നല്ലത്. അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പോകും. എന്നിട്ട് വീട്ടിൽ പോയിട്ട് സൈസ് ഓർഡർ ചെയ്യും. അപ്പോൾ അതാണ് എൻ്റെ മെയിൻ പരിപാടി ഇവിടെ. ഇങ്ങനെയാണ് ഞാൻ ഷോപ്പ് ചെയ്യണത്. അപ്പം ഓൺലൈനിൽ പിന്നെ നമുക്ക് നോക്കുമ്പോൾ സെയിലാണോ ഡിസ്കൗണ്ട് ആണെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഈ ടോപ്പ് ഇഷ്ടമായത്. അന്ന് കണ്ടപ്പോൾ എന്താ ഞാൻ ഇത് വാങ്ങാൻ, 8 പൗണ്ടേ ഉള്ളൂ, നല്ല ഭംഗിയുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഞാൻ വാങ്ങുന്നത്. പിന്നെ ജീൻസ് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയിട്ടില്ല. പക്ഷേ ഫോമൽ പാൻസൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓഫീസിൽ എന്തെങ്കിലും ഒരു ഓഫീസ് ടു പുറത്ത് പോകുമ്പോഴൊക്കെ ഇടാൻ നല്ലതാണ്. പിന്നെ ഓഫീസിലെ കാഷ്വൽ വെയർ ആണ്, നമുക്ക് എന്തും ഇടാം. അപ്പോൾ അങ്ങനെ. പിന്നെ എസ്കലേറ്റർ കയറി മുകളിൽ പോകണമല്ലോ. അവിടെ മെൻ സെക്ഷനും കിഡ് സെക്ഷനും പിന്നെ കുറച്ച് മെജോറിറ്റി വിമൻ സെക്ഷനാണ് അവിടെ. അപ്പം ഇങ്ങനെ ബീച്ച് വെയർ പോലത്തെ ഒരു ഡ്രസ്സാണ് അത്. അതിന് എത്ര പൈസയായിരുന്നു? അതും സെയിലായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല, 10 പൗണ്ട്. പിന്നെ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള പെറ്റിക്കോട്ട് പോലത്തെ വൈറ്റ് ഡ്രസ്സ് ഉണ്ട്. എനിക്ക് വൈറ്റ് ഡ്രസ്സ് കാണുമ്പോൾ ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നാറുണ്ട്. പക്ഷെ ഞാൻ വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് അത്രയേ ഉള്ളൂ, ചുമ്മാ ഒരു കുഞ്ഞു ഡ്രസ്സ്. അതിൻ്റെ ബ്ലാക്കും ഉണ്ടായി. അപ്പോൾ അതെല്ലാം കണ്ടു. അപ്പോൾ ഇതൊക്കെ നമ്മൾ H&Mൽ എന്ത് ക്ലോത്ത്സ്, മോസ്റ്റ്ലി എല്ലാ സ്റ്റോറിലും H&M എനിക്ക് കുറച്ച് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ സെയിൽ, ഇപ്പോൾ സ്പ്രിങ് സെയിൽ, സമ്മർ സെയിൽ അങ്ങനെയൊക്കെ സെയിലിൽ വരുമ്പോൾ നല്ലപോലെ റിഡക്ഷൻ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതായത് അവരിപ്പോൾ ഒരു 30 പൗണ്ടിനൊക്കെ വിറ്റുകൊണ്ടിരുന്ന ഐറ്റം അവർ 10 പൗണ്ടിനൊക്കെ വിറ്റ് കളയും. അപ്പോൾ അത് നമ്മളത് ഫുൾ പ്രൈസൊക്കെ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ മണ്ടന്മാരായിപ്പോവും. അപ്പോൾ ഓൺലൈൻ കയറി നോക്കുന്നത് നല്ലൊരു ഓപ്ഷനാണ്. എസ്പെഷ്യലി H&M നല്ലോണം അവർ സെയിൽ കൊടുക്കാറുണ്ട്. ഇത് കുറച്ച് ജിം വെയർ ആയിട്ടുള്ള പെട്ടെന്ന് ഡ്രൈ ആവുന്ന, വെറ്റായാലും ഡ്രൈ ആവുന്ന ക്ലോത്ത്സാണ്. പിന്നെ ഇവരുടെ ബ്രാ സെക്ഷൻ അത്യാവശ്യം നല്ലതാണ്. പിന്നെ ഇവരുടെ നൈറ്റ് വെയർ സൂപ്പറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്പെഷ്യലി ഇങ്ങനത്തെ PJs. അപ്പം ഞാനും ഇതും ഫുൾ പ്രൈസിന് വാങ്ങിയിട്ടില്ല. ഇതിന് ഏകദേശം എനിക്കൊന്നൊരു 32 പൗണ്ട്സ് എന്തോ ഉണ്ട് ഈ കാണുന്ന പൈജാമ സെറ്റിന്. പക്ഷെ എനിക്ക് 15 പൗണ്ട്സിന് എന്തോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ലാഭമാണ് നമുക്ക്. അത് അത്യാവശ്യം നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള സാധനമാണ്. അപ്പം ഇതൊന്നും ഫുൾ പ്രൈസിന് വാങ്ങാതെ വെയിറ്റ് ഫോർ സെയിൽ. അപ്പോൾ സ്പ്രിങ് സീസൺ കഴിയുമ്പോൾ സ്പ്രിങ്ങിൻ്റെ സെയിൽ വരും, സമ്മർ സീസൺ കഴിയുമ്പോൾ സമ്മറിൻ്റെ സെയിൽ വരും. അപ്പം അങ്ങനെ നോക്കി വാങ്ങാം. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും സൈസിന് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ വാങ്ങുമല്ലോ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ സമ്മറൊക്കെ ആകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റിയൊരു വെസ്റ്റ് ടോപ്പാണ്. അപ്പോൾ അതിന് 6.99 പൗണ്ട്സ് ആയിരുന്നു. അപ്പോൾ അത് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചു. ഏതായാലും കയറിയതല്ലേ, നമുക്ക് എന്തെങ്കിലും ഇരിക്കട്ടെ. പിന്നെ ഒരു സാധനം കൂടെ വാങ്ങിച്ചു, അത് ഞാൻ എന്തായാലും വീഡിയോയിൽ കാണിക്കുന്നില്ല. എല്ലാം കാണിച്ചാൽ എന്തൊരു സർപ്രൈസ് അല്ലേ. പിന്നെ ഇതുപോലെ കുറേ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ ഇറങ്ങി. പിന്നെ എനിക്ക് നല്ല വിശപ്പായത് കാരണം ഞാൻ നേരെ അവിടെ സ്വാൻസി ഓക്സ്ഫോർഡ് സ്ട്രീറ്റിൽ തന്നെയുള്ള ചോപ്പ് സ്റ്റിക്കിലോട്ട് പോയി. അവിടെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഫുഡ് കിട്ടും. ഭയങ്കര ഗ്രീസി ആയിട്ടുള്ള ഫുഡാണ്. പക്ഷേ പെട്ടെന്ന് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും ചിക്കനോ ന്യൂഡിൽസോ അപ്പോൾ എന്തെങ്കിലും നമ്മൾ മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 3-4 വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് ഒന്നിച്ച് വാങ്ങാൻ പറ്റും. എന്നിട്ട് കഴിച്ചു ഞാനത്. വേഗം കുത്തിക്കൊച്ചിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 6 മണിയാകുമ്പോൾ ഷോപ്പൊക്കെ അടയ്ക്കുമല്ലോ. അപ്പോൾ പെട്ടെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് പ്രൈമാർക്കിലും ബാക്കിയുള്ള ഷോപ്പുകളിലും ഒക്കെ ഒന്ന് കറങ്ങാൻ പറ്റൂ. അപ്പം ഞാനാണെങ്കിൽ പെട്ടെന്ന് തന്നെ കഴിച്ചു കേട്ടോ. എനിക്ക് വിശക്കുന്നുണ്ടായി നല്ല. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ കഴിച്ചിട്ടുണ്ടായുള്ളൂ. അപ്പം രാത്രി ഈവനിങ് ആയല്ലോ. ഈ ഒരു കട അവിടെയുണ്ട്, എന്തോ ഒരു പേരുണ്ട്, ആ ഒരു കടയുണ്ട്. പക്ഷെ ഇന്നേ വരെ അവിടെ മര്യാദയ്ക്കൊന്നും വാങ്ങിച്ചിട്ടുമില്ല, അവിടെ കയറിയിട്ടുമില്ല. പിന്നെ ഈ കോസ്റ്റ കോഫിയൊക്കെ കഴിഞ്ഞ് കാണുമ്പോൾ ആ സ്കാഫോൾഡിങ് ഉള്ള കെട്ടിടമാണ് നമ്മുടെ ഇവിടുത്തെ പ്രൈമാർക്ക്. അവിടെ എല്ലാ സീസണിലും ഒന്ന് പോകുന്നത് നല്ലതായിരിക്കും. കാരണം ഓരോ വെറൈറ്റി ആയിട്ടുള്ള ക്ലോത്ത്സ് നമുക്ക് കാണാൻ പറ്റും. ഞാൻ അവിടുന്ന് വാങ്ങുന്നത് അണ്ടർ ഗാർമെൻറ്റ്സ് ഞാൻ അവിടുന്ന് വാങ്ങാറുണ്ട്. പിന്നെ സോക്സ് വാങ്ങാറുണ്ട്. അപ്പം ഞാൻ സോക്സ് വാങ്ങാനാണ് അങ്ങോട്ടിപ്പോൾ പോകുന്നത്. കാരണം എനിക്ക് സെയിം കളർ സോക്സുകൾ കണ്ടുപിടിക്കാൻ രാവിലെയും വൈകിട്ടൊക്കെ, അതായത് സെയിം കളർ സോക്സുകൾ ഞാൻ ഇടാറില്ല. ഉണ്ടെങ്കിലും അത് ഞാൻ മാറ്റിയും തിരിച്ചുമാണ് ഇടുന്നത്. അങ്ങനെ നിങ്ങൾ ഇടുന്നവരുണ്ടെങ്കിൽ സെയിം പെഞ്ച്. അപ്പോൾ എനിക്ക് സെയിം കളർ ബ്ലാക്ക് സോക്സ് കുറച്ച് 2 സെറ്റെങ്കിലും വാങ്ങണം, ഒരു 7 എണ്ണമെങ്കിലും വാങ്ങണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ പോയത്. അപ്പോൾ അതിൻ്റെ കൂടെ കുറേ സമ്മർ കളക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടെയൊക്കെ കറങ്ങി നടന്നു ഞാൻ. എനിക്കൊന്നും ഇഷ്ടമായിട്ടില്ലായിരുന്നു അവിടുന്ന്.
പിന്നെ പ്രൈമാർക്കിൽ എനിക്ക് വൈറ്റ് കാണുമ്പോൾ ഒരു ആകർഷണം എന്ന് പറഞ്ഞില്ലേ, 20 pounds ആണ്, അത്രയ്ക്കൊന്നുമില്ല. പിന്നെന്താ, കുറേ ഷോർട്ട്സും അതുപോലെ സമ്മർ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അതിന് 14 pounds ആ ഷോർട്ട്സിന്. നമ്മുടെ നാട്ടിൽ 1400 രൂപ. പിന്നെന്താ കുറേ എല്ലാ സാധനങ്ങളിലൂടെയും ഞാൻ കുറച്ച് വീഡിയോ എടുക്കാൻ നോക്കിയിട്ടുണ്ടായി. അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ട, ഷോർട്ട്സിനും വെസ്റ്റ് ടോപ്പിനും 4 pound വീതം. അപ്പോൾ നമുക്ക് പെയർ എടുക്കണമെങ്കിൽ 8 pounds കിട്ടും. പിന്നെ ഇവിടെ എനിക്കിഷ്ടമാണ് ഇത്, ഇങ്ങനെ സ്വിം വെയർ നമുക്ക് കിട്ടും. ഇപ്പോൾ സമ്മർ ആയി കഴിയുമ്പോൾ എല്ലാവരും ബീച്ചിലൊക്കെ ഇറങ്ങാൻ പോവുമല്ലോ, അപ്പോൾ മാച്ചിങ് ആയിട്ടുള്ള കഫ്താൻ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ബിക്കിനി വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ കൂടെ മാച്ചിങ് ആയിട്ടുള്ള കഫ്താൻ ഇടാനുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായിക്കോളാം, നല്ലൊരു പരിപാടിയാണ്. കഫ്താൻ അല്ലെങ്കിൽ അതിൻ്റെ പുറമെ ഇടുന്ന ഷർട്ട് അല്ലെങ്കിൽ ഡ്രസ്സ്, അപ്പോൾ സെയിം മാച്ചിങ് ആയിട്ടുള്ള ബിക്കിനി അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനിതൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെന്താണ്, അങ്ങനെ നമ്മൾ സോക്ക് സെക്ഷനിലോട്ടാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഭംഗിയുള്ള കളേഴ്സൊക്കെ കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തത്. നല്ല സ്വിം സ്യൂട്ട് ഉണ്ടായിരുന്നു. സ്വിം സ്യൂട്ട് എനിക്കിഷ്ടമായി. സത്യം പറഞ്ഞാൽ പ്രൈമാർക്കിൽ കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല. ഇയർഫോൺസൊക്കെ ഇരിക്കണ്ടില്ലേ. പിന്നെന്താ, ഇത് വെസ്റ്റോപ്പ് പോലത്തെ സാധനമാണ്. ഇതെനിക്ക് ഈ പാറ്റേൺ നല്ല ഇഷ്ടമായി, പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല. അതിട്ടാൽ വലിയ രസം ഉണ്ടാവില്ല. നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പാറ്റേണൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നൈറ്റ് വെയർ സെക്ഷനാണ്. ഇവിടെ നൈറ്റ് വെയർ ഓരോ സീസൺ അനുസരിച്ച് മാറാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ നൈറ്റ് വെയർ കാണാനൊക്കെ നല്ല രസമായിരിക്കും, പക്ഷേ എനിക്ക് അങ്ങനെ ഒരുപാട് ലാസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. ഈ പറഞ്ഞ പോലെ H&M എന്നൊക്കെ എടുക്കുമ്പോൾ പിന്നെയും നല്ലതായിട്ട് തോന്നാറുണ്ട്. പക്ഷേ അവിടെ കുറച്ച് പൈസ കൂടുതലാണ്. നമ്മൾ സെയിലിനൊക്കെ വരുമ്പോൾ നോക്കി വാങ്ങിക്കുകയാണെങ്കിൽ പ്രൈമാർക്കിൻ്റെ അത് റേറ്റിന് നമുക്ക് വാങ്ങാൻ പറ്റും. പിന്നെന്താ, ഇതുപോലെ ഭയങ്കര പ്രിറ്റി ആയിട്ടുള്ള നൈറ്റ് വെയർസ് ഉണ്ടായിരുന്നു. നമ്മൾ സോക്ക് സെക്ഷനിൽ പോയി. പിന്നെ സോക്ക് സെക്ഷനിൽ ഞാൻ ബ്ലാക്ക് കണ്ട ഇതുപോലെ ഭംഗിയുള്ള സോക്സൊക്കെ കാണുമ്പോൾ വാങ്ങാൻ തോന്നും. പക്ഷേ 2 കാലിലും 2 കൈൻഡായിരിക്കും ഞാൻ ഇട്ടുകൊണ്ട് കിടക്കുന്നത്. അപ്പോൾ അതിൽ നല്ലത് എവിടെയെങ്കിലുമൊക്കെ കാണാതെ ആയിപ്പോവും. അതിൽ നല്ലത് ബ്ലാക്ക് കളർ വാങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ ഇതുപോലെ 3 പെയറിൻ്റെ 2 സെറ്റ് എടുത്തു. അപ്പോൾ 6 സോക്സായി. അപ്പോൾ ഞാൻ സംതൃപ്തി അടഞ്ഞിട്ട് അങ്ങനെ 2 സെറ്റ് എടുത്തിട്ട് ഞാൻ പിന്നെ എന്തോ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചു, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാനിവിടെ സോക്സ് ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൈസ്. അപ്പോൾ എന്തോ എത്ര സെൻറ്റിമീറ്റർ വേണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് സെൻറ്റിമീറ്റർ ഉണ്ട്. ഇന്നാൾ ഞാൻ സോക്സ് വാങ്ങിച്ചപ്പോൾ ഇച്ചിരി നീളം കൂടുതൽ തോന്നിയായിരുന്നു. ഇതെല്ലാം ആംഗിൾ ലെങ്ത് സോക്സ് കേട്ടോ. ഇപ്പോൾ ഓടാൻ പോകുമ്പോഴും ട്രെയിനേഴ്സ് ഇപ്പം നമ്മൾ ജിമ്മിൽ പോകുമ്പോഴൊക്കെ ഷൂ ഇടുമ്പോഴൊക്കെ നല്ലതാണ്. അപ്പോൾ അത് ഞാൻ എടുത്തു. ആൻഡ് ദെൻ കുറച്ച് നൈറ്റ് വെയർസും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതുപോലെ ഷോർട്ട്സും പിന്നെ ഇതുപോലെ മാർവലിൻ്റെയും അതുപോലെ ഡിസ്നിയുടെ ഒക്കെ എല്ലാ കൈൻഡ് ഓഫ് ക്യൂട്ടായിട്ടുള്ള ഫ്രാഞ്ചൈസി ഐറ്റംസും അവിടെ കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ ബ്രാ സെക്ഷനും അണ്ടർ വെയർ സെക്ഷനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തോന്നറിയില്ല, ഞാൻ അവിടെ നിന്നാണ് വാങ്ങിച്ചേക്കുന്നത് ഇതുവരെ. അപ്പോൾ അത്യാവശ്യം നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് നമ്മൾ നാട്ടിൽ വാങ്ങുന്ന പോലെയല്ല, ഇവിടുന്ന് വാങ്ങിക്കുമ്പോൾ പ്രൈമാർക്കിൽ നിന്നാണ് ഞാൻ അത് വാങ്ങിച്ചേക്കുന്നത്. പിന്നെന്താ, സോ പ്രൈമാർക്ക് അടയ്ക്കാറായപ്പോഴാണ് ഞാൻ അവിടെ കയറിയത്. അപ്പോൾ 6 മണിക്ക് എനിക്കൊരു ബസ്സുണ്ട്. അപ്പോൾ ഞാൻ ആ ബസ് കയറി വീട്ടിൽ പോയി ബാക്കി പരിപാടികളൊക്കെ, അതായത് ബാക്കിയുള്ള ഈവനിങ് നമുക്ക് റെസ്റ്റ് എടുക്കാമല്ലോ, അങ്ങനെയുള്ളൊരു പ്ലാനിലാണ്. ഇത് JD സ്പോർട്സ്, ഇതൊരു സ്പോർട്സ് സ്റ്റോറാണ്, നമ്മുടെ സ്പോർട്സ് ഡയറക്റ്റ് പോലെ തന്നെ. പിന്നെ WH സ്മിത്സും ഹോളണ്ട് ആൻഡ് ബാരറ്റ് എൻ്റെ ഒരു ഫേവറേറ്റ് കടയാണ്. ഞാനവിടെ അതൊക്കെ അടച്ചു പോയി കേട്ടോ ഞാൻ വന്നപ്പോഴേക്കും. അപ്പോൾ അവിടെ മരുന്നുകളൊക്കെ കിട്ടും ഹോളണ്ട് ആൻഡ് ബാരത്തിൽ. പിന്നെ നമ്മുടെ ആയുർവേദ മരുന്ന് പോലത്തെ ഒരു ആയുർവേദ കട UK അങ്ങനെയൊക്കെ പറയാം. പക്ഷേ ആയുർവേദ മരുന്നൊന്നും അല്ല അവിടെ കിട്ടണത്. വൈറ്റമിൻസും പ്രോട്ടീൻ പൗഡറും പിന്നെ നമുക്ക് നട്ട്സ് പോലത്തെ ഐറ്റംസൊക്കെ അവിടെ നിന്ന് കിട്ടാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് കടയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറ്റുമ്പോഴൊക്കെ ആ വഴി പോകുമ്പോഴൊക്കെ കയറും. പിന്നെ എൻ്റെ ബസ്സിൽ ഞാൻ നോക്കി നിൽക്കുമായിരുന്നു.
ഞാൻ ഏത് ബസ്സിലാണ് കയറിയത്? ഞാൻ X13 തോന്നുന്നു കയറിയത്. സോ ആ ബസ് ലക്ഷ്യമാക്കി ഞാൻ നടന്നു. ആ ബസ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഒരു 2 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ബസ് പോയി. അപ്പം ഞാൻ ബസ്സിൽ കയറി. ഇങ്ങനെയാണ് നമ്മൾ ബസ് സ്റ്റാൻഡ്, നമ്മുടെ സ്വാൻസിയിലെ ബസ് സ്റ്റാൻഡ്. അപ്പോൾ ബസ്സുകളൊക്കെ ഇങ്ങനെ നിരന്ന് കിടക്കും. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായി. ആ കണ്ടക്ടറാണെങ്കിൽ കണ്ടക്ടറിനെ ഒരു അപ്പാപ്പൻ തെറി വിളിച്ചു. ആ പാവം കണ്ടക്ടർ, അത് ആ ഫ്രണ്ടിലിരിക്കണ അപ്പാപ്പനാണ്. അപ്പോൾ പാവം ഒരു കണ്ടക്ടറായിരുന്നു. ആൾ എന്തിനാ വഴക്ക് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ എൻ്റെ മുഖം, എൻ്റെ ഫുൾ ഫിഗർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മനോഹരമായ കുട്ടികളെ ഞാൻ പരിചയപ്പെടുന്നത്. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോയ്ക്ക് ഇത്രയും അപ്രിസിയേഷൻ കിട്ടിയത്. അവരെൻ്റെ വീഡിയോയിൽ വ്ളോഗിൽ ഫോട്ടോ ഇടുമോ എന്നൊക്കെ ചോദിച്ചു. വ്ളോഗിൽ അവരുടെ വീഡിയോ ഇടുമോ എന്നൊക്കെ ചോദിച്ചു. ഒന്നും കൂടെ വീഡിയോ എടുക്കുമോ എന്നൊക്കെ ചോദിച്ചു. എന്നെക്കൊണ്ട് എടുപ്പിച്ചു. അതുപോലെ എൻ്റെ ചാനലിൽ 2 സബ്സ്ക്രൈബേഴ്സിനും കിട്ടി ഗൈസ്. ഇത്രയും നാളിങ്ങനെ നടന്നിട്ടും ഇങ്ങനെ ചെറിയ ഇവിടുത്തുകാരായിട്ടുള്ള 2 സബ്സ്ക്രൈബേഴ്സിന് എനിക്ക് അങ്ങനെ കിട്ടി. അങ്ങനെ ഞാൻ ഹാപ്പി ആയിട്ട് തിരിച്ചെത്തി വീട്ടിൽ. ഇവിടെ വന്നപ്പോഴേക്കും ഭയങ്കര വെയിൽ നടന്നുകൊണ്ടിരിക്കാം. ഞാൻ ആദ്യമായിട്ട് ബസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പം പിള്ളേർ വർത്താനം പറയുന്നത്. പൊതുവേ ഇവിടുത്തെ പിള്ളേരോട് ആരോടും ഞാൻ വർത്താനം പറയാറില്ല ഇങ്ങനെ വഴിയിൽ നിന്നൊക്കെ കാണുമ്പോൾ. ഇത് കോമഡി ആയിരുന്നു. ഇവർ ഭയങ്കര വർത്താനം. ഏതാണ് ചാനൽ? ഞാൻ പറഞ്ഞൊരു ചെറിയ ചാനലാണ് എൻ്റെത്. പറഞ്ഞു പേര് പറ. ഞാൻ സ്പെല്ലിംഗ് ഒക്കെ പറഞ്ഞു കൊടുത്ത് ഇവർ ചാനലിൽ കയറി. എനിക്ക് 2 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി. എന്നിട്ട് എന്നോട് പറയാ, വലിയ കോട്ടൊന്നും ഇട്ടുകൊണ്ട് തീരെ നടക്കാൻ പറ്റൂല, ഭയങ്കര ചൂട്. ഈ വെയിൽ ചെറുതായിട്ട് വന്നപ്പോഴേക്കും നല്ല ചൂടായി. എന്തായാലും തുണിയൊക്കെ ഉണങ്ങിയൊന്ന് നോക്കണം. കാരണം ഇന്നലെ പുറത്ത് അലക്കാനിട്ട തുണി ഒന്ന് ഉണങ്ങിയായിരുന്നു നൈസായിട്ട്. പക്ഷെ ഇന്നത്തെ മഴയിൽ അത് മൊത്തം നനഞ്ഞ് കുളിച്ച് നശിച്ചായിരുന്നു. പുറത്ത് കുറച്ചും കൂടെ എടുത്തു വെക്കുകയാണെങ്കിൽ അതൊന്ന് ഉണങ്ങി കിട്ടുമല്ലോ. പിന്നെന്താ, അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതാണ് ഞാൻ കവറിലെല്ലാം കുത്തിക്കെട്ടിട്ടുണ്ട്. ബാക്കി വേറെ കടയിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം, ബൈ ബൈ. പിന്നെ തിരിച്ചു വന്നപ്പോൾ എനർജി ഡ്രിങ്കായിട്ട് ഫ്രോസൺ ആക്കി ഞാൻ വെച്ചിരുന്ന വാട്ടർമെലൺ അടിച്ച് കുടിക്കുന്നതാണ്. അതിൻ്റെ കൂടെ ബിഗ് ബോസിൽ മുല്ലപ്പൂവിൻ്റെ ഫാമിലി വരുന്ന ദിവസമായിരുന്നു. ഹൗ എക്സൈറ്റിങ്. അപ്പോൾ ഞാനത് കാണാൻ വേണ്ടിയിട്ട് അത് വീട്ടിലോട്ട് ഇത്ര നേരത്തെ വന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മളെ ബിഗ് ബോസ് ഒക്കെ കണ്ട് എൻജോയ് ചെയ്ത് വാട്ടർമെലൺ ജ്യൂസൊക്കെ കുടിച്ച് ചില്ലാക്കി ആ ഈവനിങ് ഞാൻ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇതുപോലത്തെ ഷോപ്പിംഗ് വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ എന്നോട് ഇനിയും പ്ലീസ് കമൻറ്റ് സെക്ഷനിൽ പറയൂ ഇങ്ങനത്തെ വീഡിയോ ഇടാൻ. അതുപോലെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും പറഞ്ഞോളൂ, കുഴപ്പമില്ല. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം, ബൈ ബൈ.